ഈ വയനാട് DCC ട്രഷറിയുടെ മരണത്തിന് ഒരു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് IC ബാലകൃഷ്ണൻ MLA പേരും DCC പ്രസിഡന്റ് പേരും ഉണ്ട്. ഇത് ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ആർക്കറിയാം? ഇതിനകത്ത് CPM രാഷ്ട്രീയം കളിക്കുകയാണ്. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന സത്യസന്ധനായ MLA, 3 തവണ MLA ആയ ആളാണ്. ഒരു പരാതിയും ആളുകൾക്കില്ലാത്ത, ഓരോ തവണയും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരു MLA കോൺഗ്രസിനെയും കരിവാരി തേക്കാനുള്ള നീക്കമാണ്. ഈ സംഭവം ഉണ്ടായ അന്ന് തന്നെ CPM ജാഥ നടത്തുകയാണ് ചെയ്തത്. പ്രതിഷേധ MLAയുടെ വീട്ടിലോട്ട് പ്രതിഷേധ ജാഥയാണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രാഷ്ട്രീയമാണ്. ഞങ്ങൾ രാഷ്ട്രീയമായി ഇതിനെ നേരിടും. അല്ല, കത്തിപ്പോൾ ആർക്കും അയക്കാൻ പറ്റാത്തത്? അതിനകത്തൊന്നും IC ബാലകൃഷ്ണൻ ഒരു പങ്കുമില്ല എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. KPCC തന്നെ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു, അന്വേഷണം നടത്തി, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചു. അതിനകത്ത് IC ബാലകൃഷ്ണനെ പറ്റി ഒരു പരാതിയും അന്വേഷണ റിപ്പോർട്ടിനകത്തില്ല. പാർട്ടി അന്വേഷിച്ച അന്വേഷണ കമ്മീഷനകത്ത് ഒരു പരാതിയില്ല. ആരെപ്പറ്റിയാണോ പരാതിയുള്ളത് അവരുടെ പേരിൽ അച്ചടക്ക നടപടിയെടുത്ത് പാർട്ടിക്ക് പുറത്താക്കി. ഇതിൽ കൂടുതലൊരു പാർട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം IC ബാലകൃഷ്ണനെതിരായി CPM നടത്തുന്ന പ്രവർത്തനം തികച്ചും രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. ഇന്നിപ്പോൾ ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. കേരള കോൺഗ്രസിൻ്റെ UDFിലേക്ക് ചർച്ച നടത്തി എന്ന് പറഞ്ഞ് തരത്തിലുള്ള വാർത്തകൾ വരുന്നത് UDFിലെ കലഹം മറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, UDFിൻ്റെ തന്നെ ശ്രമമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേരള കോൺഗ്രസ് മാണിയായിരുന്നു UDFിൻ്റെ നട്ടെല്ലെന്ന് ഇപ്പോൾ തെളിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഒരു ചർച്ച നടത്തിയതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ ഒരു ചർച്ച UDFിൽ ആരെങ്കിലും നടത്തിയതായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ UDFിലെ ഉന്നതാധികാരി സമിതിയിലെ അംഗം കൂടിയാണ്. എനിക്കതിനെപ്പറ്റി അറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ല.